കണ്ണൂർ വിമാനത്താവളത്തിനോട് എന്തിനാണ് ഈ അവഗണന? പ്രവർത്തനം തുടങ്ങി 6 വർഷം കഴിഞ്ഞിട്ടും നഷ്ടത്തിലോടുന്ന ഈ വിമാനത്താവളത്തിനെ രക്ഷപ്പെടുത്താൻ ആരാണ് മുന്നോട്ട് വരിക? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ? വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ല. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. എയർപോർട്ട് സർവീസ് ഇന്റർനാഷണൽ നടത്തിയ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ കണ്ണൂർ വിമാനത്താവളം ഇന്ത്യയിലെ മികച്ച 3 വിമാനത്താവളങ്ങളുടെ പട്ടികയിലും ആഗോളതലത്തിൽ ആദ്യ 10ലും ഇടം നേടിയിട്ടുണ്ട്. എന്നിട്ടും ഈ വിമാനത്താവളത്തിന്റെ ഗതി എന്തേ ഇങ്ങനെ? ഓഹരി ഉടമകളും നാട്ടുകാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താനായി പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വിമാനത്താവളം തുടങ്ങിയ അന്നു മുതലുള്ള പഴക്കമുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവള കമ്പനിയിൽ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയ ഓഹരി ഉടമകളും ആശങ്കയിലാണ്. നേരാവണ്ണം ഒരു വാർഷിക പൊതുയോഗം നടത്താൻ പോലും കിയാൽ കമ്പനിക്ക് ആകുന്നില്ല. ഓഹരി ഉടമകളുടെ യോഗം ഇന്നലെ ഓൺലൈൻ ആയാണ് നടത്തിയത്. 29 രാജ്യങ്ങളിൽ നിന്നായി 18,000-ഓളം ഓഹരി ഉടമകൾ ഉണ്ടെന്നാണ് കിയാലിന്റെ വെബ്സൈറ്റിൽ പറയുന്നത്. ഓൺലൈനായി നടത്തിയ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇതിന്റെ വളരെ ചെറിയ ഒരു ശതമാനത്തിന് മാത്രമാണ്. 6 പേരുടെ ചോദ്യങ്ങൾ മാത്രമാണ് യോഗം പരിഗണിച്ചത്. ഇതിൽ തന്നെ നേരിട്ട് ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചത് 3 പേർക്ക് മാത്രമാണ്. ഓൺലൈൻ യോഗം ഒരു പ്രഹസനമായി മാറിയെന്നാണ് എയർപോർട്ട് ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ടും കൺവീനർ CP സലീമും പറയുന്നത്. കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രി പങ്കെടുത്ത് കണ്ണൂരിൽ തന്നെ ഓഹരി ഉടമകളുടെ യോഗം ചേരാമായിരുന്നു. ഓഹരി ഉടമകളുടെ യോഗം ചേരുന്നതിന് എന്താണ് തടസ്സം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താനായി പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി കണ്ണൂർ വിമാനത്താവള കമ്പനി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസമാണത്രേ പ്രധാനമന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിച്ചത്. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വ്യോമയാന മന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. പക്ഷേ ഇതുവരെ തുടർ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഈ വിമാനത്താവളത്തിനോട് അധികൃതർക്ക് താല്പര്യമില്ല എന്ന് വേണം കരുതാൻ. അനിശ്ചിതകാല നിരാഹാര സമരം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? സമരം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും? കണ്ണൂർ വിമാനത്താവളത്തിനെ രക്ഷിക്കാൻ അടിയന്തരമായി ഭരണതലത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത്. അതിന് രാഷ്ട്രീയ വ്യത്യാസം മറന്നുള്ള കൂട്ടായ്മ വേണം. അത് ആത്മാർത്ഥമായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കരകയറാൻ ആവുകയുള്ളൂ.